ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പ്രോൺസ് നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ. ഒരു 1/4 കിലോ കൊഞ്ചാണിത്. ഇത് നമുക്ക് മസാലയൊക്കെ പുരട്ടിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ. എന്നാൽ ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചേരത്തുള്ളൂ. നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ വിനാഗിരി ഏതെങ്കിലും ഒന്ന് ചേർക്കണം. ഞാൻ അതും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കാണാം. കൊഞ്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് അത് ചെയ്യാം. ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മസാല പുരട്ടി വെച്ച കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പാത്രമായതുകൊണ്ട് 2-3 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റോളം വേണ്ടി വരും. പ്രോൺസിന് അത്ര വലിയ ഒരുപാട് ടൈമൊന്നും വേണ്ടി വരില്ല ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും, പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും. ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഫ്രൈ ചെയ്ത് കൊഞ്ച് വെളിച്ചെണ്ണയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മീഡിയം സൈസ് സവാള വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞതാണ്. ചെറുതായിട്ട് അരിയേണ്ടത്, നീളത്തിലല്ല. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. എന്നാലാണ് നമ്മുടെ കൊഞ്ച് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടി വരണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം. വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേങ്കിൽ അന്നേരം നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടി വരും. വെളിച്ചെണ്ണ ഒരുപാട് വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെന്തുടയുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. 1/4 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് വേണ്ട കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയേ വേണ്ടുള്ളൂ. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കൊഞ്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കുക. മസാലയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം. കൊഞ്ചും ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ്, പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. കണ്ടോ? നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചോറിനും ചപ്പാത്തിക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രോൺസ് റോസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.